മുൻ ക്രിക്കറ്റ് താരവും രാഷ്ട്രീയ നേതാവുമായ ശ്രീ സിദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് വന്ന ക്യാൻസർ, 4ാം സ്റ്റേജിലത്തെ ക്യാൻസർ. അദ്ദേഹം ഒരു പ്രത്യേക ഡയറ്റ് നൽകി മാറ്റിയ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പലരും ചോദിച്ചു, അദ്ദേഹം എന്ത് ഡയറ്റാണ് അവർക്ക് നൽകിയത്. അദ്ദേഹം അവർക്ക് നൽകിയ ഡയറ്റ് എന്താണ് എന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ ഭേദം അദ്ദേഹം അവർക്ക് നൽകാതിരുന്ന ഭക്ഷണം എന്താണെന്ന് അറിയുന്നതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അവർക്കൊരു ഡയറ്റ് ഉണ്ടാക്കി നൽകുകയല്ല ചെയ്തത്, മറിച്ച് അതുവരെ അവർ കഴിച്ചുകൊണ്ടിരുന്ന സകല ഭക്ഷണങ്ങളും നിർത്തൽ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം ഗോതമ്പ്, അരി, പാലുൽപ്പന്നങ്ങൾ, പഞ്ചസാര, ഉപ്പ്, ബേക്കറി സാധനങ്ങൾ, ഫാക്ടറികളിൽ നിന്നും ഉണ്ടാക്കി വരുന്ന ഉൽപ്പന്നങ്ങൾ, നമുക്ക് ഇതിനെല്ലാം വേണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കാം. എന്താണ് മൂല്യവർദ്ധിത ഉൽപ്പന്നം? യഥാർത്ഥത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന പ്രയോഗം തന്നെ ഒരു ചതിയാണ്. പ്രകൃതി നമുക്ക് നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ മൂല്യം നശിപ്പിച്ച് അതിനെ പലതായിട്ട് വിഭജിച്ച് ഓരോരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അതിൽ പലതരം രാസവസ്തുക്കളും കീടനാശിനികളും ഒക്കെ ചേർത്ത് അതിന് രുചി കൂട്ടാനും നിറം കൂട്ടാനും കൃത്രിമ വസ്തുക്കൾ ചേർത്ത് നമുക്ക് നൽകിയിട്ട് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാണെന്ന് പറയുന്നത് വെറും കച്ചവടമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പശുവിൻ്റെ പാല് കിട്ടും. പശുവിൻ പാൽ എങ്ങനെയാണ് കഴിക്കേണ്ടത്? നമ്മളെല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്നത് അത് തിളപ്പിച്ച് കുടിക്കണം എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പശുവിൻ്റെ പാല് കുടിക്കുന്നെങ്കിൽ കുടിക്കേണ്ടത് ആസിറ്റീസാണ്. പശുവിൽ നിന്നും കറന്ന് കിട്ടുന്ന അതേ രൂപത്തിൽ അത് കുടിക്കണം. എന്നാൽ അതിൽ അണുക്കളുണ്ട്, ആ അണുക്കൾ നമുക്ക് രോഗമുണ്ടാക്കും എന്ന് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ പാല് തിളപ്പിച്ച് കുടിക്കുന്നു. നമ്മൾ നേച്ചറിനെ അല്ലെങ്കിൽ പ്രകൃതിയെ ഒന്ന് നിരീക്ഷിച്ചാൽ ലോകത്ത് ഒരു ജീവിയും പാല് തിളപ്പിച്ച് കുടിക്കുന്നില്ല. ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ അമ്മയുടെ ശരീരത്തിൽ നിരവധി അണുക്കളുണ്ട്. ഈ അണുക്കൾ ഈ പാലിലൂടെ ആ കുഞ്ഞിന് കിട്ടുന്നു. അമ്മ ഒരിക്കലും പാല് ഒരു പാത്രത്തിലേക്ക് കറന്നെടുത്തിട്ട് മോനോ മോൾക്കോ അണുബാധ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് തിളപ്പിച്ച് കൊടുക്കാറില്ല. അങ്ങനെ കൊടുത്താൽ ആ കൊച്ചിന് ഒരു ആരോഗ്യം ഉണ്ടാവില്ല. അമ്മയുടെ മുലപ്പാലിലൂടെ കിട്ടുന്ന അണുക്കൾ, ബാക്ടീരിയകൾ, ഇവയെല്ലാം നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കുന്ന ബാക്ടീരിയകളാണ്. നമ്മളെ അണുസിദ്ധാന്തം പഠിപ്പിച്ചു വെച്ച് നമ്മളെ അണുക്കളിൽ നിന്നും അകറ്റി അണുക്കൾ നമ്മളെ കൊല്ലാൻ നടക്കുകയാണെന്നാണ് നമ്മുടെ എല്ലാം ചിന്ത. പച്ചവെള്ളത്തിലുള്ള അണുക്കൾ, പാലിലുള്ള അണുക്കൾ, സാധാരണ മട്ടിൽ പുളിക്കുന്ന ഭക്ഷണത്തിലുള്ള അണുക്കൾ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് ഈ മേഖലയിൽ കൃത്യമായിട്ട് പഠനം നടത്തുന്ന, കച്ചവടത്തിന് വേണ്ടി അല്ലാതെ പഠനം നടത്തുന്ന വിദഗ്ധർ പറയുന്നത്. അത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവുമാണ്. എല്ലാ മനുഷ്യർക്കും അവരുടെ ശരീരത്തിൽ കോടാനുകോടി ബാക്ടീരിയകളും വൈറസുകളും മറ്റണുക്കളുമുണ്ട്. നമ്മുടെ കുടലിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇവയുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം. ഇവയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ഒപ്പം നമ്മൾ അണുക്കളെ നശിപ്പിച്ച പാല് കുടിക്കുന്നു, അണുക്കളെ നശിപ്പിച്ച വെള്ളം കുടിക്കുന്നു. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ തകർക്കുന്നു. നമ്മുടെ ആരോഗ്യം നശിക്കുന്ന ഒരു വഴി അതാണ്. അപ്പോൾ ഇതേപോലെ പലതും നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീ സിദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം 4ാം സ്റ്റേജിൽ നിന്നും മരുന്നില്ലാതെ മാറിയപ്പോൾ ഒരുപാട് ഡോക്ടർമാർ ഹാലിളകി പലതും പത്രങ്ങളിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ കച്ചവടം പൂട്ടിപ്പോകുമോ എന്ന പേടിയാണ്. അവർ പറഞ്ഞത് മഞ്ഞളും വേപ്പിലയൊന്നും കൊടുത്ത ആരുടെയും ക്യാൻസർ ഒന്നും മാറത്തില്ല. ക്യാൻസർ ഒരുപാട് തരത്തിലുള്ളതുണ്ട്, അതിനൊക്കെ പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. വേറൊരു ഡോക്ടർ പറഞ്ഞു, സിദ്ധു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് റേഡിയേഷനും കീമിയോതെറാപ്പിയും സർജറിയും എല്ലാം കൊടുത്തിരുന്നു. അങ്ങനെ രോഗം മാറിയ ശേഷം അയാൾ വന്നിട്ട് ഇപ്പോൾ മഞ്ഞൾ കൊടുത്തിട്ടാണ് മാറിയെന്ന് കള്ളം പറയുകയാണ്. ഈ പറഞ്ഞ ഡോക്ടർ കീമോതെറാപ്പിയും റേഡിയേഷൻ അതുപോലെ തന്നെ സർജറിയും ഒക്കെ നടത്തി
ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരാളെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടി ഉണ്ടായിടും. ഒരാളെ അവർക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം മനുഷ്യ ശരീരം പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ക്യാൻസർ രോഗം ഒരിക്കലും നീക്കം ചെയ്യാത്ത പ്രാകൃത ചികിത്സാ രീതികളാണ് ഇവയെല്ലാം. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണനുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട്, നടി ശരണ്യനുണ്ട്, ശ്രീ ഇന്നസെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവരുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ആരോഗ്യം നശിച്ച് മരിച്ചുപോയ, ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് മരിച്ചുപോയ നിരവധി ആൾക്കാരുണ്ട്. അതേപോലെ തന്നെയാണ് സിദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. സിദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. സിദ്ധു 2 കൊല്ലം മുമ്പോ മറ്റോ ജയിലിൽ ആയിരുന്ന സമയത്താണ്, ഏതോ രാഷ്ട്രീയ കേസിൽ ജയിലിലായിരുന്ന സമയത്താണ് ഇവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിലൊന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ആരോ ബന്ധു, അവരുടെ ബന്ധുക്കൾ ഇവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. അവിടെ ഡോക്ടർമാർ പതിവ് പോലെ സർജറി നടത്തി. സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബ്രസ്റ്റ് ക്യാൻസറിന് അവർ കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ സർജറി ബ്രസ്റ്റ് അങ്ങ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം മുറിച്ച് മാറ്റുക, അതാണ് അവർക്കറിയാവുന്നത്. എന്നാൽ ആ ക്യാൻസർ അതല്ലാതെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെ സർജറി നടത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസർ വീണ്ടും വരും. അങ്ങനെ അവർ ആ ചികിത്സയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ചികിത്സയിലൂടെ അവരുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് നശിച്ചു. അവർ ജീവനോടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ രോഗം വളരെയധികം വഷളായിട്ട് അവരുടെ ശരീരത്തിൽ ഒന്നടങ്കം ക്യാൻസർ സെല്ലുകൾ വ്യാപിച്ചു. തുടർന്ന് സിദ്ധു, നിങ്ങൾക്കറിയാം, സിദ്ധു ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനല്ല, ഒരുപാട് കാശുള്ള ആളാണ്, കോടീശ്വരനാണ്. അദ്ദേഹത്തിന് ഏത് ചികിത്സയും, ഈ ലോകത്തുള്ള ഏത് ചികിത്സയും സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് വെച്ചുകൊണ്ട് ഒരുപാട് ഡോക്ടർമാരെ ബന്ധപ്പെട്ടു. പക്ഷെ അവരെല്ലാവരും പറഞ്ഞത് ഒന്നും ചെയ്യാനില്ല എന്നാണ്. ഇതൊക്കെ ഈ അഭിപ്രായം പറയുന്ന ഡോക്ടർമാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇവർ തന്നെ ചികിത്സിച്ച് കുളവാക്കിയിട്ട് പറയും, കൊണ്ടുപോകാൻ പറയും, പാലിയേറ്റീവ് വിട്ടു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരു തുടക്കത്തിൽ പോയിരുന്നതിൽ എത്ര ഈസിയായിട്ട് രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രീമാൻ സിദ്ധു ഒരുപാട് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ട് അവരെല്ലാവരും പറഞ്ഞത് ഇനിയൊന്നും ചെയ്യാനില്ല, 3%, 4% പോലും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ്. അങ്ങനെ സിദ്ധു സ്വന്തമായിട്ടൊരു റിസർച്ച് ആരംഭിച്ചു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ആയുർവേദ ഗ്രന്ഥങ്ങളും സിദ്ധവൈദ്യ ഗ്രന്ഥങ്ങളും മോഡേൺ മെഡിസിൻ്റെ തന്നെ ചില എഴുത്തുകളും ഒക്കെ വായിച്ചു. അദ്ദേഹം ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് സ്വയം ചില കാര്യങ്ങൾ മനസ്സിലാക്കി. എല്ലാ വൈദ്യശാസ്ത്രങ്ങളിലും ക്യാൻസറിനെ കുറിച്ച് പറയുന്ന ചില പൊതുവായ കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് അദ്ദേഹം ക്യാൻസർ രോഗത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നതും തുടർന്ന് സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഡയറ്റ് നിശ്ചയിച്ച് അത് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം നിശ്ചയിച്ച ഡയറ്റ് പ്രകാരം അവർ മുമ്പോട്ട് പോയപ്പോൾ ഏതാണ്ട് 40-45 ദിവസങ്ങൾ കഴിഞ്ഞ് പോയി പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അവരുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ സാന്നിധ്യം അല്പം പോലും ഇല്ലെന്ന് ആ റിപ്പോർട്ട് കണ്ട എല്ലാ ഡോക്ടർമാരും പറഞ്ഞു. അലോപ്പതി ഡോക്ടർമാരാണ്. അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇവരുടെ ശരീരത്തിൽ ക്യാൻസർ അല്പം പോലും ഇല്ല. 4ാം സ്റ്റേജിൽ നിന്നും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർ അത്ഭുതപ്പെട്ടു. ഇതെല്ലാം സിദ്ധു പറഞ്ഞത് ഒരുപാട് പത്രക്കാരുടെ മുമ്പിൽ വെച്ചാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ഭക്ഷണമാണ് കൊടുത്തത് എന്നറിയാൻ ഒരുപാട് പേര് ഉദ്യോഗപ്പെട്ടു. എന്ത് ഭക്ഷണമാണ് അദ്ദേഹം കൊടുത്തത്? അദ്ദേഹം എന്ത് ഭക്ഷണമാണ് ഭാര്യയ്ക്ക് കൊടുത്തത് എന്നല്ല നമ്മൾ അറിയേണ്ടത്, മറിച്ച് അദ്ദേഹം എന്ത് ഭക്ഷണം കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണമായിട്ട് മോഡേൺ മെഡിക്കൽ സയൻസും ശാസ്ത്രലോകവും പലതും പറയുന്നുണ്ടെങ്കിലും ഒന്നിലും അവർ ഉറച്ചു നിൽക്കുന്നില്ല. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് പറയും, മദ്യപിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് പറയും, നമ്മൾ നെയിൽ പോളിഷ് അടിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് പറയും, ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒന്നിൽ അവർ ഉറച്ചു നിന്ന് സംസാരിക്കാറില്ല. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി നശിച്ചു പോകുന്നതാണ്. എല്ലാ വ്യക്തികളുടെ ശരീരത്തിലും എല്ലാ ദിവസവും ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, അന്തരീക്ഷത്തിൽ ഒക്കെയുള്ള മാലിന്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വിഷ സെല്ലുകളായിട്ട് മാറുന്നത്. എന്നാൽ അതിനെ നീക്കം ചെയ്യാനും നശിപ്പിക്കാനും ശരീരത്തിന് കഴിവുണ്ട്. ആ കഴിവ് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന വസ്തുക്കൾ ശുദ്ധമായിരിക്കണം. നിങ്ങൾക്കറിയാം, ആധുനിക കാലത്ത്
ആൾക്കാർ എന്തിനും ഏതിനും മരുന്നുകൾ കഴിക്കുന്നവരാണ്. ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളായിട്ടുള്ള രക്തസമ്മർദ്ദം, ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ശരീരം തന്നെ ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ, ഇവയെല്ലാം രോഗങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിക്കുന്ന മരുന്നുകൾ എന്താണ്? കെമിക്കൽ ഡ്രഗ്സാണ്, ശരീരത്തിന് യോജിക്കാത്ത മരുന്നുകൾ. ഈ മരുന്നുകൾ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയില്ല. ദീർഘകാലം ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനം നശിക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാം ഭക്ഷണശീലം എന്ന് പറയുന്നത് പൊതുവാണ്. രാവിലെ ഒരു ചായ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, അത് കഴിഞ്ഞ് കടി, ചിലപ്പോൾ അതിന് മുമ്പ് കടി, രാത്രിയിൽ വളരെ വിശാലമായ ഡിന്നർ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ അങ്ങോട്ട് പീഡിപ്പിക്കുകയാണ്. ശരീരത്തിന് ചേരാത്ത ഭക്ഷണങ്ങൾ കൊടുത്ത് നമ്മളതിനെ പീഡിപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം അസുഖങ്ങൾ വരുമ്പോൾ, ഒരു പനി വന്നാലോ തലവേദന വന്നാലോ പാരസെറ്റമോൾ പോലെയുള്ള വിഷഗുളികകൾ കഴിക്കുന്നു, തൊടുന്നതിനും പിടിക്കുന്നതിനും ആശുപത്രിയിൽ പോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്ന് വേണ്ട, ശരീരത്തെ നമ്മൾ താളം തെറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ സിദ്ധു കോൺസെൻട്രേറ്റ് ചെയ്തത് ശരീരത്തിന് അനുയോജ്യമായ ജീവിത രീതി ഏത് എന്ന കാര്യത്തിൽ മാത്രമാണ്. അദ്ദേഹം ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്തത്, അവർ കഴിച്ചുകൊണ്ടിരുന്ന സകല മെഡിസിൻസും നിർത്തി. അവർ കഴിച്ചുകൊണ്ടിരുന്ന സകല ഭക്ഷണങ്ങളും നിർത്തൽ ചെയ്തു. പകരം അവർക്ക് അദ്ദേഹം കൊടുത്ത ഡയറ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡയറ്റാണ്. അതായത് പ്രകൃതി ഭക്ഷണം. പ്രകൃതി ഉണ്ടാക്കുന്ന ഭക്ഷണം അതേപടി കഴിക്കുക, അല്ലെങ്കിൽ അതേപടി കഴിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. നമ്മളൊരു പഴുത്ത മാങ്ങ കഴിക്കുന്നു. ആ പഴുത്ത മാങ്ങ കുറേയേറെ ഒരു ഫാക്ടറിക്കാരൻ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നു, പൾപ്പ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് കേടാകാതിരിക്കാൻ അതിൽ പ്രിസർവേറ്റീവ് ചേർക്കും. അങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ വാങ്ങിക്കഴിച്ചാൽ നമുക്ക് മാങ്ങ കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണം കിട്ടില്ലെന്ന് മാത്രമല്ല, അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കിട്ടുകയും ചെയ്യും. ഉറപ്പായിട്ടും അവനതിൽ മധുരമൊക്കെ ചേർത്ത്, കളറൊക്കെ ചേർത്ത് നമുക്ക് കാണാനും കുടിക്കാനും ഒക്കെ നല്ല സുഖം തോന്നും. പക്ഷേ നിങ്ങൾക്ക് പ്രകൃതി ഒരുക്കി വെച്ച ഭക്ഷണം വികലമാക്കിയാണ് അവൻ തരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മൂല്യവർദ്ധിത ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറിയതാണ് നമ്മുടെ ആരോഗ്യം നശിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പ്രധാന കാരണം. അതിൻ്റെ ഒപ്പം നമ്മൾ ശരീരത്തെ നശിപ്പിക്കുന്ന മരുന്നുകൾ നിരന്തരമായിട്ട് കഴിക്കുന്നതും, അതും കഴിഞ്ഞിട്ടോ അതിലൊക്കെ ഉപരിയോ ആയിട്ട് നമ്മൾ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന രീതിയുമാണ്. പണമുണ്ടാക്കണം എന്ന ഒരു ചിന്ത, അതിമോഹം, മനസ്സിൽ നിരവധി നിഷിദ്ധമായിട്ടുള്ള ചിന്തകൾ, മാനസിക സമ്മർദ്ദം, ജോലിസ്ഥലത്തെ സമ്മർദ്ദമാകാം, വീടുകളിലെ സമ്മർദ്ദമാകാം, കുട്ടികൾ നൽകുന്ന സമ്മർദ്ദമാകാം, പല പല സമ്മർദ്ദങ്ങൾ. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടായില്ലെങ്കിലാണ് അത്ഭുതം. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ശ്രീമാൻ സിദ്ധു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഡയറ്റ് ഏതാണ് എന്ന് തിരക്കി നമ്മൾ പോകേണ്ട കാര്യമില്ല. അദ്ദേഹം കൊടുത്തത് പ്രകൃതിദത്ത ഭക്ഷണം മാത്രമാണ്. പ്രകൃതി ജീവനത്തിൽ എന്താണോ ആരോഗ്യത്തിന് ഉത്തമമായിട്ട് പറയുന്നത്, പ്രകൃതി ജീവനം എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാഖയാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിലുണ്ട്. അദ്ദേഹം വർഷങ്ങളായിട്ട് നമ്മുടെ ആരോഗ്യത്തെ പരീക്ഷിക്കാൻ വേണ്ടി നിരന്തരം വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ ഡോക്ടറാകാം. രോഗം വന്നാലും അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനും ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് നേച്ചർ ലൈഫ് TV എന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതിനേക്കാളും വളരെ മികച്ച രീതിയിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇതേക്കുറിച്ച് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 4-5 വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ രോഗം മാറാൻ വേണ്ടി ഉപയോഗിച്ച ഭക്ഷ്യവസ്തു ഏതാണ് എന്നല്ല അന്വേഷിക്കേണ്ടത്, മറിച്ച് അവർ ഉപേക്ഷിച്ച ഭക്ഷ്യവസ്തു, ഉപേക്ഷിച്ച സാധനങ്ങൾ ഏതാണെന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നിരവധി നിഷിദ്ധ ചിന്തകളുണ്ടെങ്കിൽ നമ്മൾ അവയെ ഉപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയുണ്ട്. ആ ശാന്തതയ്ക്ക് യാതൊരു സാധനം ഉള്ളിലേക്ക് കൊടുത്തിട്ടില്ല, മറിച്ച് വേണ്ടാത്ത സാധനം കളഞ്ഞതുകൊണ്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ശ്രീമാൻ സിദ്ധു അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിച്ചുകൊണ്ടിരുന്ന ചായ, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ചോറ്, ചപ്പാത്തി, സാധാരണ മട്ടിലുള്ള കറി, ജിലേബി, ലഡ്ഡു, സമോസ, ഇങ്ങനെ ഐസ്ക്രീം, അതുപോലെ തന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, ഇങ്ങനെ നമ്മൾ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും
അദ്ദേഹം നിർത്തൽ ചെയ്തിട്ട് അവർക്ക് നാരങ്ങാവെള്ളം, ഇഞ്ചിനീര്, പച്ചമഞ്ഞൾ, ആര്യവേപ്പില, തുളസിയില, അതുപോലെ തന്നെ ബദാം, കശുവണ്ടി, തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ സബ്ജി, സലാഡ് മുതലായവ കൊടുത്തപ്പോൾ അവരുടെ ശരീരത്തിന് വളരെ വേഗത്തിൽ മാറ്റമുണ്ടായി. കാര്യം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതേപടി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിന് വളരെ സുഖമാണ് അത് ദഹിപ്പിക്കാൻ. അതിൽ നിന്നുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും കോശങ്ങളിലേക്ക് എത്തിക്കാനും ശരീരത്തിന് വളരെ എളുപ്പമാണ്. അതുകൂടാതെ ശ്രീമാൻ സിദ്ധ് ചെയ്ത രണ്ടാമത്തെ കാര്യം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് അവർക്ക് അവരുടെ ആദ്യത്തെ രാവിലെ അദ്ദേഹം കൊടുത്തിരുന്ന ഒരു നാരങ്ങ വെള്ളമാണ്. രാവിലെ എന്ന് പറയുമ്പോൾ 10:30 നേരം വെളുത്ത് 10:30 അവർക്ക് ഒരു നാരങ്ങ വെള്ളം. അതിൽ ഇഞ്ചിനീര്, അതുപോലെ തന്നെ വെളുത്തുള്ളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അദ്ദേഹം ഇട്ട് കൊടുക്കും. പഞ്ചസാര, ഉപ്പ്, ഈ വക സാധനങ്ങൾ ആ ഏരിയയിൽ അതിനെ അടുപ്പിച്ചിട്ടില്ല. പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെ അരി, ചോറ്, ഈ സാധനങ്ങളെല്ലാം, ചപ്പാത്തി, മൊത്തത്തിൽ അദ്ദേഹം ഉപേക്ഷിച്ചു. അതെല്ലാം തന്നെ അത് നീക്കം ചെയ്തു. അതിനുശേഷം അദ്ദേഹം 1 മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് ഒരു ജ്യൂസ് കൊടുക്കും. തുടർന്ന് ഇങ്ങനെ ഒരു വൈകുന്നേരം 6 മണി വരെ ഇടവിട്ട് എന്തെങ്കിലുമൊക്കെ നാച്ചുറലായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, കശുവണ്ടി, ബദാം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ബദാം അരച്ച് ഉണ്ടാക്കുന്ന പാല്, മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അല്ല, ബദാം മേടിച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുക്കുന്ന പാല്, അങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രം അദ്ദേഹം അവർക്ക് കൊടുത്തു. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 6 മണി വരെ. വൈകുന്നേരം 6 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അടുത്ത ഭക്ഷണം കഴിക്കുന്നത് രാവിലെ 10:30. ഭക്ഷണം വല്ലപ്പോഴും പാനീയം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ഏതാണ്ടൊരു 16-15 മണിക്കൂർ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് ഫാസ്റ്റിംഗ് നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, അതായത് നല്ല കോശങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കുകയും അവ മോശം കോശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. 10-15 മണിക്കൂർ 16 മണിക്കൂർ നേരം നമ്മൾ ഇതുപോലെയുള്ള ഒരു ഡയറ്റിലേക്ക് മാറി നമ്മുടെ ശരീരകോശങ്ങൾക്ക് വിശക്കുമ്പോൾ, നമ്മളെന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഒരു കൂട്ടമാണ്, നമുക്ക് വിശക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരകോശങ്ങൾക്ക് വിശക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ ശരീരകോശങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എക്സ്ട്രാ വസ്തുക്കളെ തിന്നു തീർക്കും. ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ അയാളുടെ വണ്ണം കുറയുന്നത് എങ്ങനെയാണ്? അയാളുടെ കോശങ്ങൾ അയാളുടെ തന്നെ ശരീരത്തിലുള്ള എക്സ്ട്രാ സാധനങ്ങളെ, അതായത് വേണ്ടാത്ത സാധനങ്ങളെ തിന്നു തീർക്കും. അങ്ങനെ അവ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല കോശങ്ങൾ മോശം കോശങ്ങളെ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെ വരുമ്പോൾ തിന്നു തീർക്കുന്ന പ്രോസസ്സിന് ശാസ്ത്രത്തിലൊരു പേരുണ്ട്. ഓട്ടോഫാജി എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ ഓട്ടോഫാജിയിലൂടെ ക്യാൻസർ വരെ സുഖമായിട്ട് മാറിപ്പോകുമെന്ന് ഈ ഓട്ടോഫാജി സിദ്ധാന്തം കണ്ടുപിടിച്ച ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ മോശം കോശങ്ങൾ, നമ്മുടെ ശരീരം ഭക്ഷണം കിട്ടാതെ, സെല്ലുകൾ ശരിയായിട്ട് ഭക്ഷണം കിട്ടാതെ വലയുന്ന ഒരവസ്ഥ വരുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലെ തന്നെ ഏത് മാലിന്യത്തെയും ഈ ആരോഗ്യമുള്ള കോശങ്ങൾ തിന്നു തീർക്കും. ഈ ആരോഗ്യമുള്ള കോശങ്ങൾ അങ്ങനെ തിന്നു തീർക്കണമെങ്കിൽ ഈ മോശം കോശങ്ങൾക്ക് ആരോഗ്യം കിട്ടാൻ പാടില്ല, നല്ല കോശങ്ങൾക്ക് ആരോഗ്യം കിട്ടണം. അപ്പോൾ ക്യാൻസർ കോശങ്ങളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ആയിട്ട് സിദ്ധു പറഞ്ഞത് പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയാണ്. അത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്താൽ തന്നെ ക്യാൻസർ കോശങ്ങൾ നശിച്ചു പോകും. കാരണം അവയ്ക്ക് ഇതാണ് തിന്നേണ്ടത്, അത് ഇട്ട് കൊടുക്കാതിരിക്കുക. നല്ല കോശങ്ങൾക്ക് ഗുണമായിട്ടുള്ള പ്രകൃതിജന്യ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ നല്ല കോശങ്ങൾക്ക് ആരോഗ്യം വെക്കുകയും മോശം കോശങ്ങൾ ഭക്ഷണം കിട്ടാതെ, അവയ്ക്ക് വേണ്ട ജങ്ക് ഫുഡ് കിട്ടാതെ, മൂല്യവർദ്ധിത അല്ലെങ്കിൽ മൂല്യം ശോഷിച്ച ഭക്ഷണം കിട്ടാതെ നശിച്ചു പോവുകയും ഒപ്പം നല്ല ആഹാരം കഴിച്ച് വളരുന്ന നല്ല സെല്ലുകൾക്ക് കൂടുതൽ കരുത്ത് കിട്ടുകയും അവയുടെ കരുത്ത് മൂലം മോശം സെല്ലുകൾ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും ചെയ്യും. ഇത് സിദ്ധു തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ്. ആരുടെയെങ്കിലും പക്കൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവരെന്തെങ്കിലും ചെയ്തോട്ടെ, ഇത്രയൊക്കെ എനിക്ക് ചെയ്യാനുള്ളൂ എന്ന ഒരു വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തയിലേക്ക് അദ്ദേഹം പോയില്ല. അദ്ദേഹം പണത്തിനെ ആശ്രയിച്ചില്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിവേകത്തെ ആശ്രയിച്ചു. ആ വിവേകം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രക്ഷിച്ചു. നമ്മളും നമ്മുടെ വിവേകമാണ് ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, പണം തന്നേക്കാം എന്നുള്ള വിഡ്ഢിത്തമല്ല, മറിച്ച് എന്താണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നാലോചിച്ച് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അതുകൊണ്ട് സിദ്ധുവിൻ്റെ ഡയറ്റ്, സിദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഡയറ്റിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട. അദ്ദേഹം ഉപേക്ഷിച്ച സാധനം എന്താണോ അത് നമ്മളും ഉപേക്ഷിക്കുക. അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം രോഗമായിരിക്കുന്ന സമയത്തെങ്കിലും. താങ്ക് യു.